ഈ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് ഇതാണ്, ഈ ഇത്തരം ആധുനിക സംവിധാനങ്ങളും എന്താ പറയുക KSRTC ബസ്സും AC വാഹനങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് കാനനപാതയിലൂടെ ആയിരുന്നു ശബരീശ ദർശനം തേടിയുള്ള യാത്ര മുഴുവൻ. അങ്ങനെ കൺകുളിർക്കെ കാട് കണ്ട് മനം നിറയെ അയ്യനെ തൊഴാനായിട്ടുള്ള ഒരു യാത്ര ഞങ്ങളുടെ ടീമും നടത്തിയിരുന്നു. ഡാൻ കുര്യനും ക്യാമറമാൻ KP ധനേഷും അങ്ങനെ കാനനപാതയിലൂടെ പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തിലേക്ക് നടത്തിയ യാത്രയുടെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. കൺകുളിർക്കെ കാട് കണ്ട് മനം കുളിർക്കെ അയ്യനെ തൊഴാൻ ദശാബ്ദങ്ങളായി തീർത്ഥാടകർ നടന്നെത്തുന്ന കഠിന വഴിയാണ് സന്നിധാനത്തേക്കുള്ള കാട്ടുപാത. കാട്ടാണിയും കടുവയും കാട്ടുപോത്തും കരടിയും പിന്നെ പുലികളും വിഹരിക്കുന്ന ഘോരവനം. കോടംപ്ലാവും കഴുതക്കുഴിയും കടന്ന് കല്ലും മുള്ളും താണ്ടി വേണം മകരജ്യോതി ദർശനത്തിനായി ഭക്തമാനസങ്ങൾ തിങ്ങി നിറയുന്ന പുല്ലുമേട്ടിലേക്ക് എത്താൻ. ന്യൂസ് 8ന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഉൾവനത്തിന്റെ മനോഹര ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ക്യാമറമാൻ KP ധനേഷിനൊപ്പം ഉരുക്കുഴിയിൽ നിന്നും ഞാനും യാത്ര തുടങ്ങുകയാണ് പുല്ലുമേടിന്റെ അനുസ്യൂത ദൃശ്യങ്ങളിലേക്ക്. കഠിനമാണ് യാത്ര. പക്ഷേ ഈ വഴിയെ തന്നെയാണ് 3 ദശാബ്ദങ്ങളായി സന്നിധാനത്തേക്ക് എത്തുന്നതെന്ന ഒരു അയ്യപ്പ ഭക്തന്റെ വാക്കുകളാണ് ഘോരവനത്തിനുള്ളിലൂടെ പുല്ലുമേട്ടിലേക്ക് നടക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. ഉരക്കുഴിയിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പേരും വിവരങ്ങളും എഴുതി നൽകണം. യാത്രക്കാരെക്കുറിച്ച് പോലീസ് ഉടൻ വയർലെസ് സന്ദേശം കൈമാറും ടോപ്പ് സ്റ്റേഷനിലെ ക്യാമ്പ് ഓഫീസിലേക്ക്. ഭാരം അധികമാവാതിരിക്കാൻ ഒരു കുപ്പി വെള്ളവും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മാത്രമാണ് അധികമായി കൈവശമുള്ളത്. കൂർത്ത കല്ലുകൾ, കുത്തനെയുള്ള കയറ്റിറക്കങ്ങൾ അല്പദൂരം പിന്നിട് മുമ്പേ അണച്ചു തുടങ്ങും. ചീവീടുകളുടെ ചൂളം വിളികളും കാട്ടുപക്ഷികളുടെ കളകളാരവങ്ങളുമാണ് കൂട്ടൻ. ദൂരെ എവിടെയോ കാട്ടരുവിയിൽ നിന്നും വെള്ളം പതഞ്ഞൊഴുകുന്നതിൻ്റെ നേർത്ത ശബ്ദം കാതുകളിൽ കേട്ടു തുടങ്ങിയതോടെ കൗതുകമായി. നടത്തത്തിന്റെ വേഗം കൂടുന്നതിനൊപ്പം പതഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം കൂടുതൽ അടുത്തെത്തിയതുപോലെ. നടപ്പു വഴിയിൽ നിന്ന് മാറി ഒടുവിൽ ഞങ്ങൾ ആ ചോല കണ്ടു. തണുത്ത വെള്ളത്തിൽ മുഖമൊന്ന് കഴുകണം, അല്പനേരം വിശ്രമിക്കണം. കുത്തനെയുള്ള വഴികളിലൂടെ അരുവിക്കരികിലേക്ക് ഞങ്ങൾ നടന്നിറങ്ങി. കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ തരിച്ചു കയറുന്ന തണുത്ത വെള്ളം. പരസ്പരം വെള്ളം തെറിപ്പിച്ച് കളിക്കുന്ന കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ മനസ്സിൽ നിറയും ഈ വെള്ളത്തുള്ളികൾ മുഖത്ത് പതിയുമ്പോൾ. പെട്ടെന്ന് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് മുമ്പേ ലക്ഷ്യത്തിലെത്തേണ്ടതുണ്ടെന്ന ചിന്ത കാട്ടരുവിയോട് യാത്ര പറയാൻ നിർബന്ധിതരാക്കി. ഉൾക്കാടിനുള്ളിലൂടെ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം
45 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും നടന്ന് മുകളിലേക്ക് കയറാൻ കഴിയുകയുമില്ല. ആകെ കൂട്ടിനുള്ളത് ഈ പക്ഷികളുടെ കളകളാരവും പിന്നെ അരുവികൾ ഒഴുകുന്ന ചെറിയ ഒരു നേർത്ത ശബ്ദവും മാത്രമാണ്. എന്തായാലും തീർത്ഥാടകർ 3-4 പേർ ഇതിനോടകം ഈ പുല്ലുമേട് വഴിയായി താഴേക്ക് സന്നിധാനത്തേക്ക് പോകുന്നത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മുകളിൽ നിന്ന് ഇവിടേക്ക് കയറ്റി വിടുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകരുടെ എണ്ണം ഇതുവഴി വരുന്നത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാട്ടാനകൾ ഉൾപ്പെടെ വരുന്ന വഴിയായതുകൊണ്ട് വലിയ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് തീർത്ഥാടകർ ഈ വഴിയായി താഴേക്ക് വിടുന്നത്. എന്തായാലും ഇനി 6 കിലോമീറ്റർ കൂടി ഞങ്ങൾക്ക് പിന്നിടാനുണ്ട്. 3.5 കിലോമീറ്റർ കൊടും വനത്തിന് ഉള്ളിലൂടെ ഇതുപോലെ തന്നെയുള്ള യാത്ര. പിന്നെ പൊരിവെയിലിൽ പുല്ലുമേട്ടിലേക്ക്. അങ്ങിങ്ങായി ശരണം വിളികൾ മുഴങ്ങുന്നത് കേട്ടു തുടങ്ങി. ഇരുമുടിക്കെട്ടുമേന്തി മല കയറുന്ന ഭക്തർക്ക് ഈ ശരണമന്ത്രങ്ങൾ മാത്രമാണ്. ദൂരം കുറെയങ്ങ് പിന്നിട്ടപ്പോൾ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ക്ഷീണം തീർക്കാൻ താളം പിടിച്ച് പാടിക്കയറുന്ന ഒരു സംഘം തീർത്ഥാടകർ. രണ്ടര കിലോമീറ്ററിനപ്പുറം ഫോറസ്റ്റിന്റെ താൽക്കാലിക വിശ്രമ കേന്ദ്രമുണ്ടെന്ന് വഴിയിൽ കണ്ട ഒരു ഭക്തൻ പറഞ്ഞു. എങ്കിൽ പിന്നെ അവിടെ ചെന്നകം ഇനി വിശ്രമം എന്ന് പറഞ്ഞ് ഞങ്ങളും നടന്നു. കൂട്ടം കൂട്ടമായി എത്തുന്ന തീർത്ഥാടകർ പിന്നെ ഇടവേളകളില്ലാത്ത കാഴ്ചയായി. പ്രായമേറെയുള്ള മാളികപ്പുറങ്ങളുമുണ്ട്. കഠിന വഴികളിലൂടെ അയ്യപ്പ ദർശനം തേടാൻ. 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എവിടുന്നാണ് നിങ്ങളുടെ സ്ഥലം? പാലക്കാട്. ഇനി വരുമോ ഈ വഴി? എല്ലാ വർഷം വരുന്നതാണ്. നടപ്പുവഴിയുടെ വീതി കുറഞ്ഞു വരുന്നത് പോലെ വലതുവശത്ത് കൂറ്റൻ മലനിരകൾ, ഇടതുവശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന താഴ്വര. ഒരു വട്ടം കൂടി താഴേക്കെത്തി നോക്കിയാൽ തല ചുറ്റിപ്പോകും. ഞങ്ങൾക്ക് മുമ്പിലും പിമ്പിലുമായി കാട് കാണാൻ കയറിയ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുമുണ്ട്. നാരങ്ങ വെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്വാദുള്ള നാരങ്ങ വെള്ളം ഇത് ആദ്യമായി തന്നെ. ഉൾവനത്തിലെ ഉറവയിൽ നിന്നുള്ള വെള്ളമായതുകൊണ്ടാണ് രുചി കൂടുതലെന്ന് ചിരിച്ചുകൊണ്ട് ജീവനക്കാർ. കാട്ടാനകൾ ഉൾപ്പെടെ നിത്യവും വെള്ളം കുടിക്കാൻ എത്തുന്ന സ്ഥലമായതിനാൽ വിശ്രമ കേന്ദ്രത്തിന് ചുറ്റും സൗരോർജം ഉപയോഗിച്ചുള്ള വൈദ്യുതി വേലികൾ തീർത്തിരിക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. അഴുത റേഞ്ച് ഓഫീസറുടെ മേൽനോട്ടത്തിൽ വനം വകുപ്പിലെ 6 ജീവനക്കാർ തീർത്ഥാടകർക്ക് സുരക്ഷയൊരുക്കി അന്തിയുറങ്ങുന്നത് മരപ്പൊക്കത്തിൽ തീർത്തിരിക്കുന്ന ഏറുമാടത്തിൽ. ഇനിയുമുണ്ട് 3 കിലോമീറ്റർ കൂടി ഉൾവനത്തിലൂടെയുള്ള യാത്ര. എരിയുന്ന പൊരിവെയിലിൽ മൊട്ടക്കുന്നുകൾ ഇറങ്ങേണ്ടി വന്നതിന്റെ ക്ലേശം തീർത്ഥാടകർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോട്. പ്രായം തളർത്താത്ത മനസ്സുമായി കഠിന വഴികളിലൂടെ സന്നിധാനത്തേക്ക് കാൽനടയായി നടന്നു നീങ്ങുന്നവരിൽ കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെയുണ്ട്. അതിനിടെയാണ് വൻമരത്തിന് മുകളിൽ ഓടിക്കളിക്കുന്ന സിംഹവാലൻ കുരങ്ങന്മാരും പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള മലയണ്ണാനും കണ്ണിൽ പതിഞ്ഞത്.
വൻമരങ്ങൾ തണലൊരുക്കിയ വഴിയിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ലക്ഷ്യം അകലെ കാണുന്ന ആ മൊട്ടക്കുന്നാണ്. ഉച്ചയുടെ ഉച്ചയിലാണ് സൂര്യൻ. തണുത്ത കാറ്റ് തഴുകുന്നുണ്ടെങ്കിലും വെയിലിന്റെ കാഠിന്യം ഞങ്ങളെ നന്നേ തളർത്തിയിരുന്നു. കാഴ്ചയിൽ അടുത്താണെങ്കിലും താണ്ടാനേറെയുണ്ടായിരുന്ന ദൂരം. മണി 2:30 കഴിഞ്ഞു. പുല്ലുമേട്ടിലെ ഫോറസ്റ്റ് വിശ്രമ കേന്ദ്രത്തിൽ ഞങ്ങളെ കാത്ത് ചൂട് കഞ്ഞിയും ചുട്ട പപ്പടവും. എങ്ങനെയെങ്കിലും കുറച്ച് കഞ്ഞി കുടിക്കണം, അല്പനേരം വിശ്രമിക്കണം, വൈകാതെ തിരിച്ചിറങ്ങണം. ഇത് മാത്രമായിരുന്നു പിന്നെയുള്ള ചിന്ത. അപ്പോഴേക്കും സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴിയെത്തുന്ന അവസാന തീർത്ഥാടകനെ കുറിച്ചുള്ള വിവരങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വയർലെസ് സെറ്റുകളിലൂടെ ഞങ്ങൾക്കും കേൾക്കാമായിരുന്നു. സത്രത്തിൽ നിന്ന് വരുന്ന എല്ലാ അയ്യപ്പന്മാരും ഇങ്ങോട്ട് പാസ് ചെയ്തോ? സൂര്യനസ്തമിക്കും മുമ്പേ ഇരുട്ട് വീഴുന്ന കാട്ടുവഴികളിലൂടെ വേണം തിരികെ ഇറങ്ങാൻ. ഒപ്പമുണ്ടായിരുന്ന ധനേഷ് ആകട്ടെ എത്ര കണ്ടിട്ടും മതി വരാത്ത ആ മനോഹര ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നു. 7 കിലോമീറ്റർ നടന്നതിന്റെ ക്ഷീണമൊക്കെ മാറും പുല്ലുമേട്ടിലെ ഈ വ്യൂ പോയിന്റിലെത്തിയാൽ. വാഗമണ്ണിലെ മൊട്ടക്കുന്നുകളെയും മൂന്നാറിലെ പോതമേടിനെയുമൊക്കെ കടത്തിവെട്ടുന്ന ദൃശ്യവിസ്മയങ്ങളുടെ കലവറയാണ് പുല്ലുമേട്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വിദൂരതയിലാണ് മകരസംക്രമനാളിൽ ഭക്തമാനസങ്ങളുടെ ദൃഷ്ടി പതിയുന്ന പൂങ്കാവനത്തിലെ പൊന്നമ്പലമേട്. ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തർക്കൊപ്പം ഞങ്ങളും ഒരുങ്ങുകയാണ് ആ സുഹൃത ദർശനത്തിനായി. നമസ്കാരം.